വളരെ ആസൂത്രിതമായി ഈ കേസ് അന്വേഷണത്തെ, വിജിലൻസ് അന്വേഷണത്തെ സർക്കാരും പാർട്ടിയും ഭയപ്പെടുന്നു എന്നതിൻ്റെ തെളിവായി ആ അന്വേഷണം അട്ടിമറിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാൻ എന്താണ് PP ദിവ്യയുടെ കാര്യത്തിൽ മാത്രം ഒരു താല്പര്യമെടുത്തുകൊണ്ട്, ഒരു പക്ഷേ PP ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇത്രയും റിസ്ക് എടുത്ത് മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമോ എന്നൊരു സംശയം കൂടെ എന്നെ സംബന്ധിച്ചുണ്ടായി. അത് മനസ്സിലാക്കിയപ്പോഴാണ്, അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ കൂടി അറിഞ്ഞപ്പോഴാണ് കേവലം ഈ അഴിമതികളും ബിനാമി സ്വത്തിടപാടുകളും PP ദിവ്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നും, മറിച്ച് ഉന്നതനായൊരു CPM നേതാവിൻ്റെ, ആ CPM നേതാവിൻ്റെ കുടുംബത്തിലേക്ക്, പ്രമുഖരായ ചില CPM നേതാക്കളിലേക്ക് ഇതിൻ്റെ അന്വേഷണം ചെന്നെത്തും എന്ന തിരിച്ചറിവ് കൂടിയാണ് ഈ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ തലത്തിലുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ പരാതി ഇങ്ങനെ നിലനിൽക്കുന്നത്. ഒരു തരത്തിലും അത്ഭുതപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 4 മാസത്തിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ, മൊഴിയെടുക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് ഒരു വസ്തുത. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം ഉൾപ്പെടെ പലതവണ ആവശ്യപ്പെട്ടിട്ടും പരാതിന്മേൽ സ്വീകരിച്ച നടപടിയോ അതിന്മേലുള്ള റിപ്പോർട്ടോ, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടോ, ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടോ ഒക്കെ പോട്ടെ, ആ പരാതി ഏത് സ്ഥിതിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പോലും അറിയിക്കാൻ തയ്യാറാവാത്ത വന്നപ്പോഴാണ് ഇതിൻ്റെ ദുരൂഹത വർദ്ധിച്ചത്. അപ്പോഴാണ് ഈ പറഞ്ഞ യോഗേഷ് ഗുപ്തയുടെ സ്ഥലം മാറ്റവും, അദ്ദേഹം അതിനകത്ത്, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ, നിങ്ങൾ തന്നെ പലരും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള വാർത്തകൾ ഉൾപ്പെടെ ശരിയാണെങ്കിൽ, വളരെ കൃത്യമായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനും മനസ്സിലാക്കിയതിനും അപ്പുറത്തേക്കുള്ള വലിയ ക്രമക്കേടുകളും അഴിമതിയും ബിനാമി സ്വത്തിടപാടും ഈ PP ദിവ്യയുടെ കരാർ പ്രവൃത്തികളും ജില്ലാ പഞ്ചായത്ത് കാലത്തെ പ്രവൃത്തികളുടെയൊക്കെ പിന്നിൽ ഉണ്ട് എന്ന ഒരു ബോധ്യം കൂടെയാണ് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ളത്.